for Femina Vox Forum, Amma is giving us a wonderful, wonderful present. Under the high patronage of UNESCO, this forum allows great people to talk about women's rights. Amma allows us to listen to her point of view about women's rights. Listen to this unique interview with great questions asked by Dr. Bhavani Rao. ഓം നമ ശിവായ. അമ്മ, ഞാനിത് ഗീലാം കേസൂസിന് വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അമ്മേ, അമ്മയുടെ പ്രേമം എല്ലാവർക്കും വളരെയേറെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ അന്താരാഷ്ട്ര വനിതാ ദിനം അമ്മയോടൊപ്പം ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര വനിതാ ദിനം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നത്? ഗീല ക്ലാര കിസൂസ് അമ്മയുടെ കാഴ്ചപ്പാടിൽ സ്ത്രീ തന്നെയാണ് ശക്തി. അമ്മയുടെ കാഴ്ചപ്പാടിൽ സ്ത്രീയും പുരുഷനും ഒന്ന് തന്നെയാണ്. പിന്നെ ഒരു സ്ത്രീക്ക് വേണ്ടി ഒരു ദിവസം എടുത്തിരിക്കുന്ന എന്തുകൊണ്ടാണ് ചോദ്യം ഉണ്ടാകും. ആരോഗ്യ ബുദ്ധിയെ പുറത്തേക്ക് കൊണ്ടുവരാനും വേണ്ടിയുള്ളൊരു അവയർനെസ്സാണ് ഈ ദിവസം കൊണ്ട് മനസ്സിലാക്കേണ്ട. പുരുഷനും സ്ത്രീയും ഉണരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവയർനെസ് കൊടുക്കുമ്പം ആ ഒരു ഉണർത്തുപാട്ടായിത്തീരും. വീണ്ടും സ്ത്രീയിൽ തന്നിലേക്ക് നോക്കാനും പുരുഷനിൽ ഒന്നുകൂടി നോക്കാൻ വേണ്ടി ഒരു അവസരം സൃഷ്ടിക്കുന്നത്. ഡോക്ടർ രോഗിക്ക് ഇന്ന അസുഖമാണ്, ഇന്ന മരുന്ന് കൊടുത്താൽ രോഗസുഖമാണെന്ന് പറയുന്നു. പക്ഷെ അതോടൊപ്പം പിന്നെ പദ്യം കൂടി വേണമെന്ന് പറയുന്നു. ഉദാഹരണത്തിന് ഷുഗറിന് മരുന്ന് കൊടുത്താലും വീണ്ടും പഞ്ചസാര കഴിക്കണം, ഷുഗർ കൂടും. അപ്പം അതിന് പദ്യം വേണം. എന്ന് വെച്ചാൽ നിങ്ങൾ മരുന്ന് കഴിച്ചാൽ ഇന്ന വ്യായാമം ചെയ്താലേ നിങ്ങൾക്ക് ഷുഗർ നോർമലായി നിർത്താൻ സാധിക്കുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പം അതുപോലെ ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരുണ്ട്, അവരെ ഉണർത്താൻ വേണ്ടി ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ്. രണ്ടാമത്, ലോകം വളരുന്നു, അറിവും സംസ്കാരവും സമത്വവും വർദ്ധിക്കുന്നു, പരിഷ്കാരവും വികസനവും ഉണ്ടാകുന്നു എന്നൊക്കെ എഴുതിയും പ്രസംഗിക്കുമ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ സ്ത്രീയെ രണ്ടാം കിടക്കാരായും ദുർബലരായും ആണ്ട് അത്രയും ബുദ്ധിയും ശക്തിയില്ലാത്തവരായും കാണുന്നൊരു വലിയ വിഭാഗം ഇപ്പോഴുമുണ്ട്. ഈ ചിന്തയും കാഴ്ചപ്പാടും സൂക്ഷ്മമാണ്. അതുകൊണ്ട് തന്നെ അതിന് ശക്തിയും കൂടുതലാണ്. പുരുഷന്മാരിൽ സൂക്ഷ്മമായി തന്നെ അവരറിയാത്ത ഒരു ഈഗോ കൊണ്ട് സാഹചര്യം കൊണ്ട് മാറ്റിക്കൊണ്ട് വരാൻ സാധിക്കും. അപ്പം അതും കൂടി വേണ്ടിയാണ്. പിന്നെ അവരറിയുന്നില്ല. അതല്ലേ പറയുന്നത്, പണ്ട് ആദിവാസി മക്കള് പഠിക്കാനൊന്നും പോകാതെ കാട്ടിൽ തന്നെ കഴിഞ്ഞു. വേണ്ട എല്ലാ സഹായങ്ങളും പണ സപ്പോർട്ടും ചെയ്ത് അവരെ പഠിപ്പിച്ചപ്പം വലിയ കളക്ടറായി ഒക്കെ ആയി. പക്ഷെ അതിന് സാഹചര്യം വന്നു കൊടുത്തില്ല. അമ്മ കൃഷി ചെയ്യുമായിരുന്നു. കൃഷി ചെയ്യുമ്പം ചില പടവളങ്ങ, പാവയ്ക്ക ഒക്കെ നമ്മൾ തൂണ് നിർത്തി കയറ് കെട്ടിയിട്ട് പടത്തി വിടണം, എങ്കിലേ അതിൻ്റെ കായ്കൾ കിട്ടുള്ളൂ. അപ്പം ചിലതിങ്ങനെ പടത്തി വിട്ട് ചിലത് പടത്തി വിടാൻ പറ്റിയില്ല. അത് താഴെ അറിയാൻ കളിച്ചതാണ്. നോക്കിയപ്പോൾ അത് പടന്ന് തന്നെ കിടക്കാണ്. ഇതിനകത്ത് 100 കണക്കിന് കാ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, പാവയ്ക്കായും പടവളങ്ങായൊക്കെ. മറ്റേലൊന്നും പിടിക്കില്ല, പോകുന്നു പടന്ന് കിടക്കാണ്. സത്യത്തിൽ അതേ പടവളങ്ങിയ പോലെ ഇതിനും കഴിവില്ലേ. പക്ഷെ അതിനെ കയറ്റിവിടാൻ അനുവദിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഫലം നമുക്ക് കിട്ടിയില്ല. അതുപോലാണ് സ്ത്രീയെ അനുവാദം പുരുഷന്മാർ മാറിക്കൊടുക്കുകയും വഴി ഒരുക്കി കൊടുക്കുകയും പറഞ്ഞു. പണ്ട് 13 വയസ്സിൽ കല്യാണം കഴിക്കും, 12 വയസ്സിൽ കല്യാണം, 11 വയസ്സിൽ കല്യാണം കഴിക്കും. പഠിക്കാത്ത കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ പക്ഷേ ഒരു 20 വയസ്സൊക്കെ ആകും. അപ്പം അത് കഴിഞ്ഞ് അങ്ങ് അച്ഛനമ്മമാർക്ക് ആദ്യമാണ് വേഗം കെട്ടിച്ചേക്കണം. വയസ്സ് കൂടുന്നോറും പെണ്ണുങ്ങളിവിടെ കെട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഡിഗ്രി കഴിഞ്ഞാൽ കെട്ടിവിടാനാണ് പ്ലാൻ. അപ്പം അമ്മ 100 കുഞ്ഞുങ്ങൾക്ക് റിസർച്ചിന് സ്കോളർഷിപ്പ് കൊടുത്ത ആശ്രമത്തിന്. ആ കുട്ടികൾ PhD ചെയ്തു, നല്ല കല്യാണം കിട്ടി, അവർ സമൂഹത്തിന് നല്ല സംഭാവന ചെയ്തു. അപ്പം ഇവർക്ക് കഴിവുണ്ട്, അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ള അവർക്ക് കാണിച്ചു കൊടുത്തു. സ്ത്രീകളെ മുന്നോട്ട് വരാൻ അനുവദിച്ചില്ലെങ്കിൽ സമൂഹത്തിന് കിട്ടേണ്ട 50 അല്ല 55% നഷ്ടമാണെന്ന് പറയാം. എന്ന് വെച്ചാൽ 50% അവരെ പോലെ ജോലി ചെയ്യും, 5% കുട്ടികൾ അവരെ വളർത്താനും അവർ പ്രസവിക്കാനും വളർത്തുന്ന ഒരധികപ്പറ്റി തന്നെയാണല്ലോ. സ്ത്രീ ആദരവും അംഗീകാരവും അർഹിക്കുന്നവരാണെന്ന് പുരുഷന്മാർ ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം. അവർ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ സന്നദ്ധയായി മുന്നോട്ട് വരുമ്പോൾ
പുരുഷന്മാർ വഴിയൊഴിക്കുകയും വഴി മാറിക്കൊടുക്കുകയും ചെയ്യണം. ഒരു സ്ത്രീ എന്ന നിലയിൽ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശേഷപ്പെട്ട ഈ ജോലി എങ്ങനെയാണ് അമ്മ സ്വീകരിക്കാൻ ഇടയായത്? ഈ മാർഗം അമ്മ തിരഞ്ഞെടുത്തതല്ല, ഇതെൻ്റെ ജീവിതധർമ്മമാണ്. ഇതെല്ലാം മറ്റൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. സൂര്യന് പ്രകാശിക്കാനും നദിക്കൊഴുകാനും അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയും. അതുപോലെ എൻ്റെ ധർമ്മവും കർമ്മവും ഇതല്ലാതെ മറ്റൊന്നാകാൻ വഴിയില്ലായിരുന്നു. ഈ സ്ഥലങ്ങളിൽ അന്നത്തെ കാലത്ത് 10-12 മക്കളെ അമ്മമാർ പ്രസവിക്കും. മിക്കതും കൂട്ടുകുടുംബമായിരിക്കും. അപ്പം ഒരു വീട്ടിൽ 10, 20, 25 പേര് വരെ കാണാം, കിഴോട്ട് കുറഞ്ഞ വരാം. അപ്പം അങ്ങനെയുള്ള കാലഘട്ടമാണ്. ഇവിടെ ചിനത്തിലെയും പശുവും ആടും കോഴിയും താറാവും കൃഷിയും ചിട്ടിയും എല്ലാം എന്നെ പ്രസവിച്ച അമ്മ ചെയ്യുമായിരുന്നു. അപ്പം അവർക്ക് അന്ന് ആര് വന്ന് ഇവിടെ താമസിക്കാൻ പറ്റും, ഒരു 10-20 കെട്ട് മടലോല മറിച്ചിട്ടൊരു വീട് പോലെ വെച്ച് അവർ താമസിക്കും. ആരും വന്നാൽ അനുവാദം കൊടുക്കും. പിന്നെയാണ് കുടിയുടെ അവകാശങ്ങൾ വന്ന് സംശയം. അപ്പോൾ കൂടുതൽ വീടുകളുണ്ട് ഈ പശുക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ദിവസം ഒരു 60 വീടുകളിൽ ചിനത്തിൽ കാട്ടിയെടുക്കാൻ ഞാൻ പോകുമായിരുന്നു. ഈ ഗ്രാമത്തിൽ കൂടുതലും അവരവരുടെ കുലത്തൊഴിൽ ചെയ്തെന്ന് ഈ ചിപ്പുന്ന കുലത്തൊഴിലാണ്. അപൂർവം പേർക്ക് ഗവൺമെൻറ് ജോലിയുണ്ട്. 80% കുടിലുകളുമായിരുന്നു, കൊല്ലമേഞ്ഞ കുടിലുകൾ. ചില വീടുകളിൽ ചെല്ലുമ്പം അവർക്ക് ഭക്ഷണം കഴിച്ച് തുള്ളിച്ചാടുന്ന കാണാം. ചില വീടുകളൊന്നും വെച്ചെന്ന് കാണത്തില്ല. അന്നന്ന് കിട്ടി, അവർക്ക് ബാങ്ക് ബുക്കില്ല. കിട്ടുമ്പം വെങ്കലങ്ങൾ വാങ്ങിച്ചിടും. മഴക്കാലത്ത് അവിടെ കുളത്തൊഴിൽ ചെയ്യാൻ പോകാൻ പറ്റത്തില്ല. ഇത് ആ സമയത്ത് പകുതി വിലയ്ക്ക് ചൂഷണം ചെയ്ത് മേടിച്ചുകൊണ്ട് പോകാനുള്ള ആ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പം അമ്മ ചെല്ലുമ്പം ചില വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത്, ചില വീട്ടിൽ ഭക്ഷണമൊന്നും വെച്ചിട്ട് കാണത്തില്ല. 5 മണി ഒക്കെ ആകും ഈ വീടുകളിൽ കയറി ഇറങ്ങുന്നത്. ഇപ്പം ചിലർ തുള്ളിച്ചാടുന്നു, ചിലർ കഷ്ടപ്പെടുന്നു. ചില വീടുകളിൽ വീട് മേണേ ഒരു 10 രൂപ അന്നത്തെ കാലത്ത് വേണം. 63 വർഷം മുമ്പ് 10 രൂപ ഉണ്ടെങ്കിൽ മേയാൻ സാധിക്കും. 200 സ്ക്വയർ ഫീറ്റ് 150 സ്ക്വയർ ഫീറ്റ് കഴിയും വീട്. ആ 10 രൂപ ഇല്ലെങ്കിൽ ആ വർഷം മേയാൻ സാധിക്കും. ഓരോ വർഷം ഓല മാറ്റിയിട്ട് മേഞ്ഞാൽ മഴ കൊള്ളാതെ സുരക്ഷിത കിടക്കാൻ പറ്റുള്ളൂ. അപ്പം മഴ ദിവസമാണ് മേലുമ്പോൾ കുടയും പിടിച്ച് കുട്ടികളുമായിട്ട് രാത്രി ഉറങ്ങാതെ താഴെ ചില കുടുംബം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉറങ്ങുന്ന അമ്മമാരെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ പട്ടിണിയും കഷ്ടങ്ങളും ഉണ്ടപ്പം ആണ് എനിക്ക് എങ്ങനെയാണ് ഇവരെ സംരക്ഷിക്കുക. എന്നിട്ട് വെള്ളമില്ലാത്ത കാലത്തായിരുന്നപ്പം ഞാൻ പ്രായം ചെന്നവരെ ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ നോക്കും. അപ്പം അച്ഛൻ വഴക്ക് പറയും, ഞാൻ അത്ര ശ്രദ്ധിക്കില്ല. എന്നെ കാടിക്കുമെന്ന പാത്രത്തിൽ ഭക്ഷണം എടുത്ത് കുറച്ചെടുത്ത് അവിടെ കൊണ്ട് കൊടുക്കും. ചിലപ്പോൾ അരി, ചിലപ്പോൾ ഭക്ഷണം ചെമ്പ് പാത്രത്തിൽ വെച്ചിട്ട് കൊണ്ട് കൊടുക്കും. അപ്പം വിഷമം തോന്നി ഇവരുടെ കഷ്ടം കണ്ടപ്പോൾ. അപ്പം അവരുടെ കർമ്മത്തിൻ്റെ ഫലം എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഒരാൾ ചാടി ഓടിപ്പോയപ്പോൾ കാല് തന്നെ വീണ് പോയി. അത് നോക്കി നിൽക്കുന്നതാണോ നമ്മുടെ ധർമ്മം? കർമ്മമല്ല അവരെ പിടിച്ച് കയറ്റുന്നത്. അപ്പം അങ്ങനെ വേണ്ടിയാണ് അവർക്ക് വേണ്ടി 2 മുറിയുള്ളൊരു വീട് വേണം, ഒരു നേരത്തെ ഭക്ഷണം എല്ലാവർക്കും കിട്ടിയെങ്കിൽ ലോകത്തിൽ ആഗ്രഹിച്ചു പോയി. അവർ വന്ന് കരയുമ്പം ഞാൻ ആശ്വസിപ്പിക്കും. അപ്പം പെൺമക്കളും കരയും, ആൺമക്കളും കരയും. ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് എന്നോട് പറയാറുണ്ട്. ഒരു ഡോക്ടർക്ക് സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ലല്ലോ. അപ്പോൾ ഒരാൾ തറയെ വീണ സ്ത്രീ പുരുഷനാണോ നോക്കിയാണ് പൊക്കെ കെട്ടുന്നത്. അവരുടെ ദുഃഖം എൻ്റെ ദുഃഖം പോലെ എനിക്ക് തോന്നി. എൻ്റെ വലത് കൈ വെച്ച് ഇടത്തിൽ അവിടില്ല. അപ്പം അതാണെന്നോ പെണ്ണെന്നോ ചിന്ത വന്നില്ല. അപ്പോൾ ട്രീവെട്ടറാക്കുന്നൊരു നദിയായി തീർന്നു. അങ്ങനെ അമ്മ ഈ വന്നതാണ് ഈ രീതിയിലേക്ക്. എന്നെ വളർത്തിയത് എൻ്റെ അമ്മ. സ്ത്രീകളുടെ സംസാരം ഭിത്തി കേൾക്കരുത്, സ്ത്രീകൾ ഇനി സംസാരം ഉച്ചത്തിൽ സംസാരം ഭിത്തി കേൾക്കരുത്, സ്ത്രീ പൊട്ടിച്ചിരിക്കരുത്, സ്ത്രീ ഓടാൻ പാടില്ല, അതിഥികൾ വന്നാൽ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. അന്ന് അകത്ത് കക്കൂസില്ല, പുറത്താ ബാത്റൂം.
അപ്പോൾ മൂത്രം പൊട്ടിയ ഇവരെ ഫേസ് ചെയ്ത് പോകണമല്ലോ. എന്നാലും അങ്ങനെയാണ് നിയമങ്ങൾ. തൻ്റെ സഹോദരൻ, എഴുത്ത സഹോദരൻ തലയ്ക്ക് മുകളിലിപ്പോൾ നീളം വെച്ചാൽ അദ്ദേഹം വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. മൂത്ത സഹോദരനെ ഫേസ് നോക്കരുത്, മുറിയിൽ പോയിരിക്കണം. പുരുഷന്മാർ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ചൂലുകൊണ്ട് തൂക്കുകയാണെങ്കിൽ ആ ചൂല് അവരെ കാണിക്കരുത്, ചൂലെടുത്ത് പോകണം, മാറി നിൽക്കണം. അവരുടെ പാത്രം നമ്മളെടുത്ത് കഴിയണം. അവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തരത്തുള്ളൂ ഭക്ഷണം. അങ്ങനെയാണ് ഇവിടുത്തെ ആചാരം. 12 വയസ്സ് കഴിഞ്ഞാൽ കടകളിലൊന്നും സാധനത്തിന് വിടത്തില്ല. സന്ധ്യയ്ക്ക് ശേഷം പുറത്തിറങ്ങരുതല്ല. അങ്ങനെയാണ് എന്നെ വളർത്തിയത്. പക്ഷെ ധ്യാനം ശീലിച്ചുകൊണ്ട് രാത്രിയായ കടത്തിരുത്ത് പോകും. പക്ഷെ ഇവിടെ 25 കിലോമീറ്ററാണ് ഈ ദ്വീപെങ്കിലും. പക്ഷെ ഇവിടെ കള്ള് ഷാപ്പൊന്നുമില്ല. അതുകൊണ്ട് അത്ര സ്ത്രീകളെയൊന്നും പിടിക്കുന്നൊരു സ്വഭാവ രീതി ആ കാലത്ത് ഇവിടെ ഇല്ല. അപ്പം ഞാൻ കടത്തിരുത്ത് പോയിരുന്നു ധ്യാനിക്കും. അപ്പം സ്ത്രീകൾ ഇറങ്ങണല്ലോ, ഉറച്ചു പോകും. ഷർട്ടിട്ട്, പുരുഷന്മാർ ഷർട്ട് ഇട്ട് തലയിലൊരു തുണിയൊക്കെ ഇട്ടിട്ട് പോകും. അതിന് കുറച്ച് അടി കിട്ടി. പക്ഷെ അവരുടെ ഭാഗം ശരിയാണ്, ഞാൻ എൻ്റെ ഭാഗം ചിന്തിച്ച് പോയി. അങ്ങനെ അത് മുന്നോട്ട് പോയി. ഒരു ദിവസം ആസ്പത്രിയിൽ പോയിട്ട് ഇളയാങ്ങളെയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ ഒരമ്മമ്മ ഇതിന് കരയാണ്. ഇന്നലെ എന്താ അമ്മമ്മ കരയുന്നത്? ഇന്നലെ എൻ്റെ കുഞ്ഞുങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഇനി ഇതുകൊണ്ട് കൊടുത്തു വെച്ച് വേണം കുഞ്ഞു കൊടുക്കേണ്ടത്. കാരണം ഒരു ഗവൺമെൻറ് വെള്ളമുണ്ട്, ആ വെള്ളക്കാരൻ ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കെട്ടിയിട്ടിട്ട് പോകും. ഇവിടെ കൂലി വെള്ളം പൈസ കൊടുക്കാൻ പൈസയില്ല. ആ വെള്ളക്കാരൻ എപ്പോൾ വരും എന്നറിയില്ല, അവിടെ കരയാണ്. അത് കണ്ടപ്പോൾ ഞാൻ നിന്ന് വെള്ളവും കയറഴിച്ച് അവരെ വലിച്ചു പൊക്കി വള്ളത്തിൽ കയറ്റി സാധനം വെച്ചിട്ട് വെള്ളം തള്ളി ഊന്നാൻ തുടങ്ങി. സ്ത്രീകൾ നിന്നുകൊണ്ട് ഊന്നിക്കൂടാ ഇവിടുത്തെ നിയമം. അപ്പോൾ ചെറിയ വെള്ളത്തിൽ തുഴഞ്ഞ് വെള്ളത്തിന് പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിന്നുകൊണ്ട് ഊന്നാൻ പാടില്ല. പക്ഷെ ഇത് കഴുക്കോലാണ്. കഴുക്കോൽ പൊക്കിയപ്പോഴും എനിക്ക് പൊക്കത്തെ പൊങ്ങാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായത്. പൊക്കാൻ പറ്റിയില്ല. ഞാൻ ശ്രമിച്ച് പൊക്കി തെള്ളിയും വിട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ ഊന്നി ഈ അമ്മയും കൊണ്ട് വരികയാണ്. അപ്പം ഇക്കരേന്ന് ആൾക്കാരിറങ്ങി നിന്ന് പേടിയാം. അന്ന് ലൈൻ ബോട്ട് ജനങ്ങളെ ലൈൻ ബോട്ടിലാണ് കൂടുതലും യാത്ര, ബസ്സൊക്കെ കുറവാണ്. ഇവിടങ്ങളിലുള്ളവർ ഈ ബോട്ടിലാണ് പോകും. അപ്പം ബോട്ട് ഇടയ്ക്കിടയ്ക്ക് 2 മണിക്കൂർ വിട്ട് വരും. അപ്പോൾ ബോട്ട് വരുമ്പോൾ നേരെ പോയി ഇടിക്കാൻ സാധ്യതയുണ്ട്. ബോട്ട് വന്നു അപ്പം ചരിച്ച് വേണം പോകണ്ട. കൃപ കൊണ്ട് ചരിച്ചു ബോട്ട് പോയി. ഇപ്പം ഇക്കരയിൽ ആൾക്കാർ ഇറങ്ങി നിന്ന് അക്കരയിൽ നിന്ന് ആൾക്കാർ അങ്ങനെ നീന്തി വന്ന് എന്നെ വള്ളത്തിൽ അവർ കയറി രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ നിന്നത്, കാത്ത് എന്ത് സംഭവിക്കാം. പക്ഷെ അത് മറികടന്നു. പിന്നെ ഊന്നി കരയ്ക്കെത്താറായപ്പം അടുക്കറായപ്പോൾ അപ്പുറത്തിപ്പുറത്ത് കാരണം വെള്ളത്തിൽ ഇറങ്ങുന്നവർ കൈയടിച്ച് വിചാരമാക്കി. അമ്മ വലിയൊരു വടിയും കൊണ്ടാണ് അടിക്കാൻ തുടങ്ങി. ആ തുറയെ അടിച്ചു. നീ ഒരു സ്ത്രീയല്ലേ, സ്ത്രീ നിന്നുകൊണ്ട് ഊന്നാൻ കൊള്ളാം വെള്ളം ചോദിച്ചു. രണ്ടാണ് അടിക്കുന്നത്. പിന്നെ ആ ബോട്ട് വന്ന് വെള്ളത്തിൽ അടിച്ചെങ്കിൽ വെള്ളം മറിയില്ലേ, ഈ അമ്മ മരിച്ചു പോകത്തില്ലേ. ഇതിന് ഗവൺമെൻറ് വെള്ളം അടിക്കാൻ നിയമമുണ്ട് പറഞ്ഞിട്ട് അടിക്കാൻ തുടങ്ങി. അപ്പുറത്തിപ്പുറത്തും കൈകൊട്ട് വിചാരം നടക്കുന്നത്, ഇപ്പുറത്ത് അടിയോട് അടിക്കും. എനിക്ക് തോന്നുന്നു അമ്മ ചെയ്തത് ശരിയാണ്. എനിക്ക് അടിയൊരു വേദനയായിട്ട് തോന്നിയില്ല. കാരണം അമ്മയുടെ ഭാഗത്ത് അമ്മയുടെ ധർമ്മം, ഇവിടെ നിയമമാണ്, അമ്മ പറയുന്നത് ശരിയാണ്. ആ ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെ വന്നു. ഒരു ദിവസം ഇങ്ങനെ ബീച്ചിൽ പോകുന്നവർ ആ വള്ളങ്ങളിൽ സ്ത്രീകൾ തൊടാൻ പാടില്ല. ഇപ്പം ഇടയ്ക്ക് വർഷത്തെ ഒരു ദിവസം ഈ എണ്ണ വരട്ടും, നമ്മൾ പെയിൻറ്റ് ഭിത്തിക്കിടുന്ന പോലെ വള്ളത്തിന് ഒരു ഓയിൽ വരട്ടും പുറത്ത്. അപ്പോൾ ഓയിൽ വരട്ടാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ ഇറക്കാൻ സമയത്ത് ഈ വീടിനടുത്ത് ഒരു സ്ഥലത്താണ് കരയ്ക്ക് കയറ്റി വെച്ചിട്ട് ഓയിൽ പുരട്ടിയത്. അത് കഴിഞ്ഞ് ഇറക്കാൻ നോക്കുമ്പോൾ 10-20 പേര് വന്നിങ്ങനെ കണ്ണടച്ച് ശ്വാസം പിടിച്ച് തെള്ളുന്നു. അപ്പം എനിക്ക് കണ്ട വിഷമം തോന്നി. അത്രയും പേര് തെള്ളുന്നില്ല, എന്നിട്ട് അത്ര മൂവ് ചെയ്യുന്നില്ല. ഞാനും കൂടെ പോയി പിടിച്ച് തെള്ളി. അപ്പോൾ സ്ത്രീകളുടെ വെള്ളത്തിൽ തൊട്ടുകൂടാ, ബീച്ച് വെള്ളത്തിൽ. ഞാൻ പോയി തൊട്ടു. പിന്നെ ആണുങ്ങൾ മൊത്തം ആണുങ്ങളായിരുന്നല്ലോ. അപ്പം നീ അതിനും കുറേ അടി കിട്ടി. പക്ഷെ ഞാൻ അവിടെ തെള്ളുന്നില്ലല്ലോ എന്നുകൊണ്ട് തോന്നിപ്പോയി ചെയ്ത, എനിക്ക് അറിഞ്ഞുകൊണ്ട് ചിന്തിച്ചില്ല പെണ്ണു തൊട്ടുകൂടാ. അതിനും അടി കിട്ടി. വീട്ടിൽ സാധാരണ അതിഥികൾ വരുന്നാൽ ഒരു പ്രായമുള്ളവർ വരുന്നെങ്കിൽ മുറുക്കാൻ കൊടുക്കണം, മറ്റുള്ളവർക്ക് രാവിലെയും വൈകിട്ട് ചായ കൊടുക്കണം.
അങ്ങനെ ആര് വന്നാലും ചായ കൊടുക്കിട്ടിരിക്കണം രാവിലെ വൈകിട്ടും. ഉച്ചയ്ക്കാണെങ്കിൽ വേറെ ഏതെങ്കിലും കൊടുക്കും. അപ്പോൾ ഒരു ദിവസം അതിഥി വന്നിരിപ്പുണ്ട്, ചായ ഇട്ട് കൊടുക്കണോ പറഞ്ഞു. പൊത്താൻ വേണമല്ലോ, പൊത്താനില്ല. അപ്പം അടുത്ത മുറ്റത്തൊക്കെ എടുത്ത് നിൽക്കുന്ന തെങ്ങുണ്ട്. അതൊരു ചിലപ്പോൾ 15 അടി കാണും പൊക്കത്തിലുള്ള തെങ്ങ്. അപ്പോൾ 15 അടി പൊക്കമുള്ള തെങ്ങ് ഞാൻ ചാടി കയറി പൊത്താൻ വെച്ചു. അമ്മ കണ്ട് ഞാൻ തെങ്ങി കയറുന്നത്. അത് അപ്പുറത്ത് ഒരു തോട് കഴിഞ്ഞ വഴിയാണ്, അവർക്കൊക്കെ എന്നെ കാണാൻ പറ്റും. അപ്പം സ്ത്രീകൾ അങ്ങനെ തെങ്ങി കയറാൻ പാടില്ല. പെട്ടെന്ന് അമ്മ വന്നിട്ട് ചീത്ത വിളിക്കാനുണ്ടെങ്കിൽ, അപ്പം നീ ഒരു പെണ്ണല്ലേ, ഇങ്ങനെയുള്ളവർ വല്ലൊരു കല്യാണം കഴിക്കുമോ, നീ എന്താ തെങ്ങി കയറിയത് കൊണ്ട് വലിയ വടിയും കൊണ്ട് നിൽക്കുക. ശരിയാണ്, ഈ പത്താം കൊണ്ടുവന്നാലേ അതിഥിക്ക് ചായ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതമ്മയ്ക്ക് ചെയ്യണോ, നടത്തണോ, അമ്മ അവിടെ തന്നെ നിൽക്കണോ, ഞാൻ ഇറങ്ങി വരണോ? കുറേ നേരം നിന്ന് എന്നെ കാത്തിരുന്ന ഞാൻ ഇറങ്ങി വന്നില്ല. അപ്പം അമ്മ മാറിയപ്പോൾ ഇറങ്ങി വന്നു. കുറച്ച് കഴിഞ്ഞ് അമ്മ അത് വെച്ച് അവർ പോയപ്പോൾ വെച്ച് അടി കിട്ടി. അമ്മ പഠിച്ച ധർമ്മം വെച്ച് അമ്മ ചെയ്തു. പക്ഷെ അത് അമ്മയുടെ അടിയെല്ലാം അതൊരു മധുരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള. എല്ലാവരും അടിക്കണമെന്നല്ല, പക്ഷെ അമ്മയ്ക്ക് പേടി, ഒരു പെണ്ണല്ലേ, സമൂഹത്തിൽ ഇങ്ങനെ പോയാൽ വളരെ കഷ്ടമാണല്ലോ എന്ന് വെച്ചിട്ടാണ് പെണ്ണെപ്പോഴും മറ്റൊരു വീട്ടിൽ പോയി താമസിക്കേണ്ടവളാണ്. അറിഞ്ഞ അമ്മയുടെ ധർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിച്ചല്ല, സാഹചര്യം അങ്ങനെ ചെയ്യിച്ചതാണ്. പിന്നെ സ്ത്രീകൾ അമ്മയുടെ അടുത്ത് വന്നിട്ട്, അന്നത്തെ കാലത്ത് ഒരാൾ ചുമ്മാ ഈ സ്ത്രീ ചീത്തയാണ്, അല്ല അവരെ നോക്കി ഇവരെ നോക്കി പറഞ്ഞാൽ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കും. ചിലപ്പോൾ 2-3 മക്കൾ കാണും, അവർക്കൊന്നും പുരുഷന്മാർ പൈസ കൊടുക്കുകയില്ല. ഇവർക്ക് പഠിത്തമില്ല. പഠിത്തം ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച് 12.5 വയസ്സും 13 വയസ്സിലൊക്കെ അക്കാലത്ത് കല്യാണം കഴിച്ചയക്കും. ഈ ഗ്രാമത്തിൽ കൂടുതലും പഠിച്ചവർ കുറച്ച് വയസ്സുണ്ടാവും, അല്ലാത്തവരെല്ലാം അങ്ങനെ അയക്കും. അപ്പോൾ ഇവർക്ക് 2-3 കുട്ടികളുമായി. പക്ഷെ ഭർത്താവ് എന്തെങ്കിലും ചെയ്ത് പെണ്ണ് ഉപേക്ഷിക്കും. ഈ കുട്ടികളുമായിട്ട് ഈ സ്ത്രീ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരും. അപ്പം ചില സ്ത്രീകൾ വീട്ടു ജോലിക്ക് പോകും, അങ്ങനെ കഴിയുന്നവരുണ്ട്. അല്ല ഭർത്താവ് അത്ര പൈസ ഒന്നും കൊടുക്കലുണ്ട്. കുറേ കേസ് പറഞ്ഞാൽ പിന്നിൽ കുറേ കാലമാണ് 500 രൂപ എല്ലാം കൊടുക്കും. അന്നത്തെ കാലത്തൊന്നും കൊടുക്കുന്നില്ല. അപ്പം എന്നോട് ചില മക്കളൊക്കെ വന്ന് പറഞ്ഞാൽ, ഒരു കാര്യം അമ്മ, എനിക്ക് 2 പെൺമക്കളാണ്, എൻ്റെ ഭർത്താവ് ആരോ എന്തോ പറയാൻ എന്നെ ഉപേക്ഷിച്ചു. ഞാൻ അടുത്ത വീട് വെള്ളയ്ക്ക് നിന്ന് കിട്ടുന്നതുകൊണ്ട് വേണം എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നു. അവരെന്നെ ചീത്തയായിട്ട് ഉപയോഗിച്ച് എവിടെ ചെന്നാലും എനിക്കതാ കിട്ടിയത്. അങ്ങനെ ഞാൻ വേശ്യത്തെരുവിലെത്തി. അപ്പോൾ 2 ആഴ്ച വേശ്യവൃത്തി ചെയ്യും. ഇട്ട് വന്നാണ് കുഞ്ഞുങ്ങൾ ആ പൈസ കൊണ്ടാണ് കുഞ്ഞുങ്ങളെ നോക്കുന്ന പഠിക്കും. അപ്പോൾ കുട്ടികൾ വലുതായി, എനിക്കിനി വേശ്യവൃത്തിക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ അമ്മയാണ് കുഞ്ഞിനെ നോക്കി, അമ്മ മരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ മാത്രമല്ല, മരിക്കണം എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെ വന്ന് പൊട്ടിക്കരയുന്നതായിട്ട് അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും സ്ത്രീകൾ ഇങ്ങനെയല്ലേ കല്യാണം കഴിച്ചൊഴിഞ്ഞിട്ട് പോയി, അവർക്ക് പഠിപ്പുമില്ല, ഇവരെങ്ങനെയും ഉദ്ധരിക്കണമെന്ന് തോന്നി. അങ്ങനെ അമ്മ പല പല പദ്ധതികളും സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു. ഗ്രാമത്തിൽ ജനിച്ചുകൊണ്ട് ഘട്ടങ്ങൾ കണ്ടുകൊണ്ട് ഈ ഗ്രാമങ്ങളിൽ എത്തിയെടുത്തു. പിന്നെ സ്ത്രീകളെ ഉദ്ധരിക്കാൻ അമ്മ 20 പേര് വെച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അവർക്ക് ഒരു 30,000 രൂപ വെച്ച് ഫണ്ടാക്കിയിട്ട് ഓരോ ജോഡി ഡ്രസ്സും എല്ലാ വർഷവും കൊടുത്ത്, എല്ലാ വർഷവും പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇപ്പോൾ 2.5 ലക്ഷം സ്ത്രീകൾ കൂടുതലുണ്ട്. പല പല തൊഴിലുകൾ പഠിപ്പിച്ചു കൊടുത്ത്, പ്ലംബിങ് അങ്ങനെയുള്ളതും കമ്പ്യൂട്ടർ വഴിയുള്ളതും അല്ലാതെയും. ആദ്യം പൈസയായിട്ട് സഹായിച്ചു, പക്ഷെ അത് പറ്റിയില്ല. പക്ഷെ ഇങ്ങനെ ആയപ്പോൾ അവർക്ക് സ്വയം പര്യാപ്തമാക്കാം. അവരെ കൊണ്ട് തൊഴിൽ പഠിപ്പിച്ച് ചെയ്തു. അവർക്ക് കൊണ്ട് അത് ജീവിക്കുകയും അവർ മറ്റുള്ളവർക്ക് വീട് വയ്ക്കാൻ സഹായിക്കുകയും കല്യാണത്തിന് സഹായിക്കുകയും രോഗത്തിന് അസുഖം ചികിത്സിക്കാൻ സഹായിക്കുകയും ചെയ്യാൻ തുടങ്ങി. അപ്പം ഇവർക്ക് കഴിവുണ്ട്, അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ള അവർക്ക് കാണിച്ചു കൊടുത്തു. സാഹചര്യങ്ങൾ അങ്ങനെ അങ്ങനെ വന്ന് ചെയ്താണ്. എല്ലാവരുടെയും ഒരു വെല്ലുവിളിച്ച് അങ്ങനെ ഒന്നും നീങ്ങിയതല്ല, സ്വഭാവമായിട്ട് അങ്ങനെ വന്നു. അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. കരുതലിൻ്റെ ഒരു സ്നേഹത്തിനായി മാനവരാശി ആഗ്രഹിക്കുന്നു. ഭീതിയിൽ നിന്നും കരുതലിൻ്റെ മാർഗത്തിലേക്ക് ലോകത്തിന് പോകുവാൻ അമ്മ എന്ത് ഉപദേശമാണ് നൽകുന്നത്? സനാതന ധർമ്മത്തിൽ സെട്ടാറുണ്ടല്ല, സ്വർണ്ണത്തിലും കമ്മലും മാലുമുണ്ട്, കമ്മലും മാലിനും സ്വർണ്ണമുണ്ട്. സൂര്യന് മെഴുതിയുടെ ആവശ്യമില്ല. ഈശ്വരൻ നമ്മളൊന്നും വേണ്ട, മറ്റുള്ളവരെ ഈശ്വരനെ കണ്ട് സ്നേഹിക്കുക, സേവിക്കുക എന്നുള്ള തത്വമാണ് സനാതനം പഠിപ്പിച്ചത്.
അപ്പം അത് ഏകമായി കണ്ട് ഒന്നിൻ്റെ വിധമുഖങ്ങൾ കണ്ട് സ്നേഹിക്കുക സേവിക്കുക എന്നുള്ള തത്വത്തിലാണ്. ഈശ്വരൻ സ്നേഹമാണ് എന്ന് എല്ലാ മതങ്ങളും മഹാത്മാക്കളും പറയുന്നു. പക്ഷെ തിരിച്ച് സ്നേഹമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓരോരുത്തരും സ്നേഹം പ്രകടിപ്പിക്കുന്ന പല വിധത്തിലാണ്. ആ സ്നേഹം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജനിപ്പിക്കുന്ന ഭാവം എന്നാണ്. ഒരു ഗർഭിണി 10 മാസം ചുമക്കാനും പ്രസവിക്കാനും എല്ലാ നിർബന്ധ ബുദ്ധി സഹിച്ച് വളർത്താനും പറ്റുന്ന കുട്ടികളുടെ സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം ഒരു പീഡനമായിട്ടോ ദുഃഖമായിട്ടോ അല്ല, അതൊരു ആഹ്ലാദമായിട്ട് മാറി. അപ്പം സ്നേഹമുള്ളിടത്ത് ഭയത്തിന് സ്ഥാനമില്ല, എല്ലാം ഒരു ആഹ്ലാദമാക്കി മാറ്റാൻ സാധിക്കും. ശരിക്കും ഭയക്കേണ്ട സ്ഥാനമില്ല. കാഴ്ചയും കാഴ്ചപ്പാടുമുണ്ട്. കാഴ്ച ബാഹ്യവും കാഴ്ചപ്പാട് ആന്തരികവുമാണ്. മനുഷ്യന് കാഴ്ചയുണ്ട്, കാഴ്ചപ്പാടില്ല. കരുതലിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ കാഴ്ചപ്പാടിന് മാറ്റം വരണം. അതിന് നമ്മുടെ മനപരിവർത്തനം ഉണ്ടാകണം. കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മുൻവിധി പോലെ പോകുന്നതാണ്. നമ്മൾ ഏത് കണ്ണാടി വെച്ചിരിക്കുക അതേപോലെ മറ്റേ തെളിഞ്ഞ് കാണും. ഏത് കളറുടെ കുപ്പി വെള്ളം എടുത്താൽ ആ കളർ കാണും. അതാണ് കാഴ്ച. കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അത് തെളിഞ്ഞു കാണുന്ന കണ്ണാടി അതിനുള്ളിലെ ശരിക്കും ശരിയായ രൂപത്തെ കാണിക്കുന്നു. അതിൽ കൂടെ നമ്മൾ ആന്തരിക ശക്തി ഉണർത്താൻ സാധിക്കും. മറ്റേത് മുൻവിധി. അതുകൊണ്ടാണ് അപരിഷ്കൃതാബോധം. നീ സ്ത്രീയാണെന്നോ അപരിഷ്കൃതാബോധവും മുന്നോട്ട് ഡിപ്രഷൻ പിടിച്ച പോലെ ഇരിക്കുകയാണ്. കാഴ്ചപ്പാടുകൂടെ ഡിപ്രഷൻ മാറുന്ന ഒരവസ്ഥയാണ്. തന്നെ തനിക്ക് കാണാൻ പറ്റും. സ്ത്രീകൾ മേക്കപ്പ് ചെയ്യാൻ പഠിച്ചല്ലോ. മേക്കപ്പ് ചെയ്ത് രണ്ടർത്ഥമുണ്ട്. ഇപ്പം നേരത്തെയുള്ള വൃത്തികേടായ മുഖം മാറ്റി ഭംഗിയാക്കി പോകുന്ന പോലെ തൻ്റെ സൗന്ദര്യത്തെ ഉള്ളിലെ കഴിവില്ല, തൻ്റെ സൗന്ദര്യം തന്നെയാണ്. ആ സൗന്ദര്യത്തെ പുറത്തു കൊണ്ടുവരിക. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുള്ളൂ. അത് കാഴ്ചപ്പാട്. മറ്റൊരു മുൻവിധി വെച്ച് ആ മുൻവിധി നമ്മളെപ്പോഴും അപർഷാബോധം അവർ നിന്ന് പഠിപ്പിച്ച പാഠമല്ലോ കാര്യമുള്ളൂ. അതുകൊണ്ട് തൻ്റെ കഴിവുകൾ ഉണർത്തി മുന്നോട്ട് വരാം. ഇപ്പം അത് ഉണർത്തിയപ്പോൾ എത്രയോ മുന്നോട്ട് വരാൻ പറ്റി. കാഴ്ചപ്പാടിൽ മാറ്റം വരണമെങ്കിൽ അതിന് മനപരിവർത്തനം ഉണ്ടാകണം. അത് നമുക്ക് പെട്ടെന്നുണ്ടാകില്ല. അതിന് ക്ഷമയോടും പ്രേമത്തോടും സമർപ്പണ ബുദ്ധിയോടുള്ള പരിശ്രമം നമുക്ക് ആവശ്യമാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ അമ്മയ്ക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ സ്ത്രീക്കും പുരുഷനും സമൂഹത്തിൽ തുല്യ സ്ഥാനമാണുള്ളത്. അത് അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ സമൂഹത്തിൽ താളലയം നിലനിർത്താൻ കഴിയൂ. ഇപ്പോഴും സമൂഹത്തിൽ പെണ്ണുണർന്നു, പക്ഷെ ആണുണർന്നില്ല. അത് കാരണം വീണ്ടും കുടുംബം അതിലും കഷ്ടമാകാം. പ്രസവിക്കണം, കുട്ടികളെ വളർത്തണം, ഭർത്താവിനെപ്പോലെ ജോലിയും ചെയ്യണം, 2 മേലുദ്യോഗസ്ഥനെയും കേൾക്കണം, വീട്ടിൽ ഭർത്താവിനെ കീഴിരിക്കണം, പിന്നെ അവരുടെ അമ്മയുണ്ടാകും, മറ്റുള്ളവരുടെ കുടുംബം ഉണ്ടാകും. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആണുങ്ങൾക്ക് ആരെയും കുറ്റപ്പറയല്ല. പഴയ കാലത്ത് കാട്ടിൽ വേട്ടയാടാൻ പോയി പെണ്ണുങ്ങൾ പ്രസവിച്ച് കുട്ടികൾ നോക്കിയിരിക്കും. വേട്ടയാടാൻ പോയിട്ട് കൊണ്ടുവന്ന് ഉപജീവിതം നടക്കുന്ന അവർക്ക് ആ എക്സസൈസ് കൊണ്ട് നല്ല മസിൽ പവർ വന്നു. പക്ഷെ അതുകൊണ്ട് അവർക്ക് ആ ജീൻസാണ് ശരീരത്തിൽ കിടക്കുന്നത്. അത് പെണ്ണുങ്ങളിലും വേറെ ജീൻസാണ്. അവളുടെ കഴിവ് ഉണർത്തുക മതി, അവൾ മുന്നോട്ട് വന്നാൽ മതി. പക്ഷെ പുരുഷന്മാർ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം അവരുടെ ആ ജീൻസ്, ശരീരത്തിൽ കിടക്കുന്ന ജീൻസ് അത് തലമുറയായിട്ട് വന്നിരിക്കുന്നതാണ്. താൻ കൊടുക്കുന്നയാളാണ്, മറ്റുള്ളവർ ഒരു ജോലിക്കാരിയാണ്, താൻ ഒരു ഓഫീസറും മറ്റൊരു സർവൻറ്റും എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ വളർന്നു വന്നൊരു സംസ്കാരമാണ് കുറേ തലമുറയായിട്ട്. അത് പെട്ടെന്ന് പുരുഷന്മാരും മാറ്റാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാകും. അത് വളരെ ശക്തി, സൂക്ഷ്മത വളരെ ശക്തിയാണ്. പുറത്തറിയത്തിൽ പക്ഷേ അത് വളരെ ശക്തിയുമാണ്. അവരൊരുറക്കത്തിലാണ് ഇപ്പോഴും, അവരറിയുന്നില്ല. അത് അവരുടെ അവകാശം എന്നുള്ള രീതിയിലാണ്. ചെടിച്ചട്ടി വെച്ചിരിക്കുന്നത് ബോൺസായെ പോലെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു എല്ലാവരും ഇവര് സ്ത്രീകളെ. എനിക്ക് ആസ്വദിക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഇപ്പോഴും പലയിടത്തും ഒരേ ഈക്വലായിട്ട് ജോലി കൊടുക്കുന്നില്ല. കലകളിലായാലും മറ്റുള്ളതിലായാലും കൊടുക്കുന്നില്ല. പിന്നെ ഈ ഒരു ഭാവം ഇപ്പോഴും ഉണ്ട്, പല രാജ്യങ്ങളിലും ഉണ്ട്.
തീർച്ചയായിട്ടും അത് വലിയ നഷ്ടമാണ് സമൂഹത്തിന്. പിന്നെ സ്ത്രീ ഉണർന്നാൽ മതി. ഒട്ടവകാശം പോലും ഇല്ലാത്ത സ്ഥലത്ത് സ്ത്രീ ഉണർന്നു വന്നില്ലേ, അവിടെ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നു. പിന്നെയും മുന്നോട്ട് വരാൻ സാധിക്കും. ഇതെല്ലാം ഈ കഴിവെല്ലാം തൻ്റെ ഉള്ളിലുള്ളതാണ്. അതുകൊണ്ട് നേരിടുക, മുന്നോട്ട്. തുല്യത എന്നത് സ്ത്രീക്കുള്ള സമ്മാനമല്ല, അത് സ്വാഭാവികമായി ഉള്ളതാണ്. പക്ഷേ സ്ത്രീയിൽ ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ആണ് ദുർബലം എന്ന് പറഞ്ഞത്. അപ്പം അമ്മയുടെ കാഴ്ചപ്പാടിൽ അവൾ തന്നെയാണ് ശക്തി, സ്ത്രീ തന്നെയാണ് ശക്തി. വണ്ടി നിറയെ ഡീസലുണ്ടെങ്കിലും ബാറ്ററി ചാർജില്ലെങ്കിൽ സ്റ്റാർട്ടാക്കാൻ പറ്റില്ല. സ്റ്റാർട്ടാക്കിയേ ഡീസൽ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളിൽ കഴിവുണ്ട്, ആ ആത്മവിശ്വാസം വളർത്തിയെടുത്താൽ മതി. അത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഉപയോഗിക്കാനും സാധിക്കും. അതുകൊണ്ട് ആത്മവിശ്വാസമാണ് വേണ്ടത്. പേനായ മനുഷ്യരുണ്ടെങ്കിലും എഴുതാതിരുന്നത് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് അവരാണ് മുന്നോട്ട് വരേണ്ടത്. സ്ത്രീ തന്നെ സ്ത്രീത്വത്തെ ഉണർത്തണമെന്നുള്ളതാണ്. പുരുഷനെ അനുകരിക്കുകയല്ല, സ്ത്രീത്വത്തെ ഉണർത്തുകയാണ് വേണ്ടത്. പുരുഷൻ്റെ കൈക്ക് മസിലുണ്ടെങ്കിൽ സ്ത്രീയുടെ ഹൃദയത്തിൽ മസിൽ വയ്ക്കണമെന്നാണ്. ആ മസിലാണ് സ്ത്രീ വളർത്തിയെടുക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീ തന്നെയാണ് ശക്തി, അവൾക്കുള്ളത് തന്നെയാണ് ശക്തി. സ്ത്രീ തന്നെയാണ് ശക്തി, അവൾക്ക് ഉണരാൻ സാധിക്കും, ഉയരാൻ സാധിക്കും. അവരാണ് മുന്നോട്ട് വരേണ്ടത്. അവളിൽ അന്തരീനമായിരിക്കുന്ന മാതൃത്വമാണ് ശക്തിയുടെ ഉറവിടം. സ്ത്രീ അവളിലെ മാതൃഭാവത്തെ തിരിച്ചറിയണം. ഗർഭപാത്രവും ഗർഭധാരണവും ജന്മം നൽകലും അവൾക്ക് ഈശ്വരനിലെ പ്രകൃതി കനി നൽകിയിട്ടുള്ള വരദാനമാണ്. വിവാഹജീവിതം നയിച്ചില്ലെങ്കിലും കുട്ടികളുണ്ടായില്ലെങ്കിലും മാതൃത്വം, അതായത് സ്നേഹം, കരുണ, ക്ഷമ, സഹനം തുടങ്ങിയവ സ്ത്രീക്ക് സഹജമാണ്. അതുകൊണ്ട് സ്ത്രീ ഉടനെയും അവളിലെ മാതൃശക്തി ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ ലോകം മാറും. സമൂഹ ജീവിതത്തിൽ പുരുഷനോടൊപ്പം നിലകൊള്ളാനുള്ള സമത്വാവകാശങ്ങൾ നേടിയെടുക്കാൻ സ്ത്രീ തീർച്ചയായും ശ്രമിക്കണം. പക്ഷെ അവളുടെ ആന്തരികമായ മാതൃശക്തിയെ ബലികഴിപ്പിച്ചുകൊണ്ടാകരുത്. ആ വിധത്തിൽ സ്ത്രീ ഉണർന്നാൽ പിന്നെ ഭീതിയാകന്ന് കരുതലിൻ്റെ ഒരു സമൂഹം തനിയെ ഉണ്ടായിക്കൊള്ളും. സ്ത്രീ അവളുടെ ധർമ്മം മറക്കാതിരിക്കുകയും കർമ്മരംഗങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരു ശക്തിക്കും അവളെ തടുക്കാൻ കഴിയില്ല. ലോകം അവളുടെ മുമ്പ് നമിക്കും. പരിവർത്തനം തനിയെ സംഭവിക്കും. അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സമൂഹ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട അവകാശങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നത് പോലെ തന്നെ സ്ത്രീയിൽ അന്തരീനമായിരിക്കുന്ന മാതൃശക്തി ഉണർത്തുന്നതിനും പ്രാധാന്യം നൽകണമെന്ന് അമ്മയ്ക്ക് തോന്നുന്നു. കൂടുതൽ സമത്വം കൈവരിക്കുന്നതിലുള്ള ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ശക്തി പകരാൻ അമ്മ ഞങ്ങൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും കൂടി വലിയൊരു സ്നേഹാശ്ലേഷം അയച്ചു തരുമോ? അമ്മമാരും ആശ്ലേഷവും രണ്ടല്ല, ഒന്നാണ്. ഉള്ളിൽ നിറയുന്ന മാതൃസ്നേഹത്തിൻ്റെ പ്രകടഭാവമാണ് ആശ്ലേഷം. അതുകൊണ്ട് അമ്മയുടെ അവസാനിക്കാത്ത സ്നേഹവാത്സല്യങ്ങളും ആശ്ലേഷവും എന്നും എപ്പോഴും മക്കൾക്കൊപ്പമുണ്ട്.